ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ആത്മാക്കളുടെ കണക്കേൽപ്പിക്കേണ്ടി വരുമ്പോൾ നാം എന്തു ചെയ്യും? എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 16 മുതൽ 18 വരെ തിരുലിഖിതങ്ങൾ. 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച മാർഗത്തെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാക്കളുടെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് നിരവധി ദൈവവചന ഭാഗങ്ങളിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയമാണ് ഈ ആത്മാക്കളുടെ കണക്കുകൾ ഏൽപ്പിക്കേണ്ടി വരുമ്പോൾ നാം എന്തു ചെയ്യും? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ആദ്യം തന്നെ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കുടുംബങ്ങളായി സമൂഹം ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ. പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ. ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനേ, ആരാധന ആരാധന. ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനേ, ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനിൽ നിന്നും ആരാധന, ദൈവാത്മാവിനിൽ നിന്നും ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. എൻ്റെ ആത്മാവിൽ വാഴണമേ. എന്നെ ഭരിക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ, ആരാധന. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാൻ കൃപയും നീ തരണേ. വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. ദൈവത്തിന്റെ അരൂപിയേ, ദൈവാരൂപിയേ, അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനിൽ നിന്നും ആരാധന, ദൈവാത്മാവിനിൽ നിന്നും ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ആത്മാവേ,
ആത്മാവേ സ്പർശിക്കണമേ, ക്ഷീണങ്ങളിലേക്ക് നിറയണമേ, രോഗാവസ്ഥകളിലേക്ക് നിറയണമേ, തകർന്ന മക്കളിലേക്ക് നിറയണമേ, ബാലിക ബാലന്മാരിലേക്ക് നിറയണമേ. ഹോളി 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 പരിശുദ്ധാത്മാവേ എന്നെ സാക്ഷിയാക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ ബുദ്ധിയെ പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ, ഹൃദയത്തെ ഏറ്റെടുക്കണമേ, ജീവിതത്തെ ഏറ്റെടുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. എന്നിൽ സ്നേഹമായി ദൈവഭക്തിയായി ചൈതന്യമായി വരണേ, എന്നിൽ സ്നേഹമായി ദൈവഭക്തിയായി ചൈതന്യമായി വരണേ, കത്തി ജ്വലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ കത്തി ജ്വലിച്ചൊരു സാക്ഷിയാകാൻ അഗ്നി പകർന്നിടണേ. സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവേ, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ഞങ്ങളെല്ലാവരും ഹൃദയം അർപ്പിച്ച് അങ്ങേ ആരാധിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങളിൽ വചനങ്ങളെ ഗ്രഹിക്കാൻ സഹായിക്കണമേ. സ്വർഗരാജ്യത്തിൻ്റെ ആലോചനകളും ജ്ഞാനവും ബുദ്ധിയും മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. പ്രത്യേകിച്ച് ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും ക്ഷീണമുള്ളവരെയും രോഗികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദുഃഖിതരെയും പീഡിതരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സകല മക്കളുടെ മേലും അങ്ങയുടെ സ്പർശനം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ആത്മാക്കളുടെ കണക്കേൽപ്പിക്കേണ്ടി വരുമ്പോൾ നാം എന്തു ചെയ്യും? ഈ കാര്യത്തെക്കുറിച്ച് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ച ഒരു ദൈവവചന ഭാഗമുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 18 വരെയുള്ള തിരുലിഖിതങ്ങൾ. 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. ആത്മാക്കളുടെ വലിയ ഇടയൻ വരുമ്പോൾ, കണക്ക് ഏൽപ്പിക്കാൻ നമ്മളെ വിളിക്കുമ്പോൾ, ഈ ആത്മാവിൻ്റെ കണക്ക് ഞാൻ കൊടുക്കേണ്ടി വരും. ഈ ആത്മാവിൻ്റെ കണക്ക് ദൈവം എന്നോട് ചോദിക്കും. ഒരു വ്യക്തി
എൻ്റെ കൺമുമ്പിൽ പാപത്തിൽ നശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് ഒരു പ്രേരണ തരും. ഒരു കാര്യം ആ വ്യക്തിനെ അറിയിക്കണം, ഒരു കാര്യം ആ വ്യക്തിയോട് സംസാരിക്കണം, ഒരു കാര്യം ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യണം, ആ വ്യക്തിയുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. ഒരു തോന്നൽ, ഒരു പ്രേരണ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കും. ഞാനത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ആത്മാക്കളുടെ വലിയ ഇടയൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, ആത്മാക്കളുടെ കണക്ക് ഏൽപ്പിക്കേണ്ട സമയം വരുമ്പോൾ, ഈ ആത്മാവ് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ ആത്മാവിന്റെ കണക്ക് ഞാൻ ഉത്തരവാദിയാകും എന്നല്ലേ എസെക്കിയേൽ 3-ാം അധ്യായം 16 മുതൽ 18 വരെ വാക്യങ്ങൾ പറഞ്ഞത്. മക്കളെ, ഇതൊരു നിസാര കാര്യമല്ല. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. എന്നെ വല്ലാതെ സ്പർശിച്ചൊരു സംഭവമാണത്. ഞാൻ സുവിശേഷ വേലയുമായി ദേശാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ സാൻഡിമോൾ എന്നൊരു പൈതൽ, സാൻഡിമോൾക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ സാൻഡിമോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഇടവന്നു. അമേരിക്കയിലുള്ള അന്തരീക്ഷത്തിലാണ് സാൻഡിമോൾ വളരുന്നത്. മലയാളി ബാക്ക്ഗ്രൗണ്ടുള്ളൊരു ഫാമിലിയാണത്. അപ്പോൾ അതുവരെ സാൻഡിമോൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും പാപത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും വേർതിരിവില്ലായിരുന്നു. സാൻഡിമോൾ അങ്ങനെ ആ കൾച്ചറിൽ വളർന്നു വരികയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ധ്യാനം കൂടാൻ ദൈവം സാൻഡിമോളെ വിളിച്ചു. സാൻഡി ആ ധ്യാനത്തിൽ കൂടിയപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു. സാൻഡി നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ അയ്യോ, ദൈവവചന വിപരീതമായ നടപ്പാണ് വീട്ടിൽ കാണുന്നത്. അപ്പന് ദൈവവിശ്വാസം ഇല്ല. അപ്പനൊരു എത്തീസ്റ്റ്. അപ്പൻ എപ്പോഴും മദ്യപാനത്തിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തി. ഏറ്റവും ടോപ്പായ മദ്യക്കുപ്പികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഷോയ്ക്ക് വെക്കുന്ന വലിയ അഭിമാനിയായ വ്യക്തി. ഇടയ്ക്കിടയ്ക്ക് ആളുകളെ വീട്ടിൽ വിളിച്ച് മദ്യം സൽക്കരിച്ച് പാർട്ടി നടത്തുന്ന വ്യക്തി. ഇടയ്ക്കിടയ്ക്ക് പാർട്ടികൾക്ക് വേണ്ടി പോകുന്ന കുടുംബം. ദൈവവചന വിപരീതമായ നടപ്പ്. സാൻഡിക്ക് മനസ്സിലായി, എൻ്റെ അപ്പൻ്റെ ആത്മാവ് നാശത്തിലാണ്. എൻ്റെ അപ്പൻ്റെ ആത്മാവ് നാശത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നല്ലോ. എൻ്റെ കുടുംബത്തിൽ പല ആത്മാക്കളും നിത്യരക്ഷ പ്രാപിക്കാനുണ്ട്. നിത്യനാശത്തിൻ്റെ വഴിയിലല്ലോ എൻ്റെ കുടുംബാംഗങ്ങൾ പലരും നീങ്ങുന്നത്. സാൻഡിമോൾക്ക് 13 വയസ്സേ ഉള്ളൂ. ആ സാൻഡിമോൾ എന്ത് ചെയ്തു? ദൈവ സന്നിധിയിൽ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, എൻ്റെ അപ്പനെ നിത്യനാശത്തിന് വിട്ടുകൊടുക്കരുത്. രാത്രി മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥന. ഞാൻ സാൻഡിമോളുടെ അപ്പനെ കണ്ടു. അപ്പോൾ സാൻഡിമോളുടെ അപ്പൻ പറയാണ്, ചിലപ്പോൾ മദ്യപിച്ചോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ക്ഷീണിച്ചൊക്കെ ഉറങ്ങണ സമയത്ത് വെളുപ്പിന് 2 മണി 3 മണി സമയമാകുമ്പോൾ ഒരു തണുപ്പ് ശരീരം, പ്രത്യേകിച്ച് നെറ്റിയിലൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹോളി വാട്ടർ എടുത്ത് സാൻഡിമോള് ഈ അപ്പൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാലും ഇതിൻ്റെ ഗൗരവം സാൻഡിമോളിൻ്റെ അപ്പന് മനസ്സിലാകുന്നില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സാൻഡിമോളിൻ്റെ അപ്പന് മദ്യപാനത്തോടൊരു വിരക്തി തോന്നുകയാണ്. കുറച്ച് സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ അദ്ദേഹം തീരുമാനം എടുക്കുകയാണ്, ഇനി ഞാൻ മദ്യപിക്കുന്നില്ല. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഒരു ഹരം. മദ്യപിക്കണ്ട, പക്ഷേ മദ്യം ഇങ്ങനെ ഷോ കേസിൽ വെച്ച്, അത് 10-12 വഴക്കമുള്ളതും വളരെ വിലപിടിപ്പുള്ളത് മദ്യക്കുപ്പികളൊക്കെ പല രാജ്യങ്ങളിൽ നിന്നുള്ളത് ഇങ്ങനെ ഷോ കേസിൽ ഇങ്ങനെ വെച്ച് അത് ആളുകളെ കാണിക്കുക, ആളുകൾക്ക് കൊടുക്കുക. സാൻഡിമോള് പ്രാർത്ഥന നിർത്തിയില്ല. ചരലിൽ മുട്ടുകുത്തി കൈകൾ വിരിച്ചു പിടിച്ച് സാൻഡി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അപ്പൻ്റെ മനസ്സ് വീണ്ടും കർത്താവ് സ്പർശിച്ചു. കുറച്ച് നാളുകൾ നീണ്ട പ്രാർത്ഥന വേണ്ടി വന്നു. ഏതാണ്ട് 1 വർഷത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ അപ്പൻ്റെ മനസ്സിനെ ദൈവം സ്പർശിച്ചു. ഈ അപ്പൻ ഒരു ദിവസം തോന്നുകയാണ്, ഇല്ല, എൻ്റെ വീട്ടിൽ മദ്യം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ അപ്പൻ വീട്ടിൽ വന്ന് ഭാര്യയോടത് പറഞ്ഞു. എന്നിട്ട് ഭാര്യയും മക്കളും എല്ലാവരും കൂടെ കൂടി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന, അന്ന് പെട്ടെന്ന് ഓളോണെ സഡൻ വീട്ടിലെ എല്ലാ കുപ്പികളും എടുത്തപ്പോൾ 47 കുപ്പി നിറയെ മദ്യമാണ് വീട്ടിലുണ്ടായിരുന്നത്.
അതെല്ലാം എടുത്ത് അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ട് പ്രഖ്യാപിച്ചു, ഇനി എൻ്റെ വീട്ടിൽ ഒരിക്കലും ആർക്കും ഞാൻ മദ്യം കൊടുക്കില്ല. ഏത് പാർട്ടി വന്നാലും, പ്രത്യേകിച്ച് അമേരിക്കൻ കോണ്ടക്സ്റ്റിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഒരു പാർട്ടി നടക്കുമ്പോൾ മദ്യം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരുപാട് ഫ്രണ്ട്സിനെ വിട്ടുപോകും. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ വിട്ടുപോയച്ചാ. പക്ഷേ അദ്ദേഹത്തിന് സങ്കടമില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എടുത്ത തീരുമാനം തന്നെ. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മദ്യത്തിൻ്റെ പാപവഴിയെ നടക്കുകയില്ല, ഞാനായിട്ട് മദ്യം കൊടുക്കുകയില്ല, തീരുമാനമെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ ഭവനത്തിൽ പ്രവേശിക്കാൻ ഇടവന്നു. വലിയ കൃപയുടെ ഒരു സന്തോഷത്തിൻ്റെ ഭവനമായിട്ട് എനിക്കത് അനുഭവപ്പെട്ടു. അന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ വക കാര്യങ്ങളെല്ലാം പറയണത്. എന്നിട്ട് അപ്പം പറയാണ്, ഈ മോളാണ് എൻ്റെ കുടുംബത്തിലേക്ക് രക്ഷ കൊണ്ടുവന്നത്. അത് പറയുമ്പോൾ ആ അപ്പൻ്റെ 2 കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മുടെ മാതാപിതാക്കളുടെ ആത്മരക്ഷയിൽ ദൈവം നിങ്ങളോട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പ്രേരണ തരികയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിക്കണം. കാരണം ആത്മാക്കളുടെ കണക്ക് ഏൽപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നിത്യനാശത്തിൽ പോയാൽ അയ്യോ അവർ പോയി എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പലർക്കും കുടുംബത്തിൽ നിത്യനാശത്തിലേക്ക് പോകുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് തോന്നിപ്പ് തരും. അല്ലെങ്കിൽ നിങ്ങളൊരു വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില തോന്നൽ തരും. ആ തോന്നൽ നിങ്ങൾ അതുപോലെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നടപ്പാക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുലിഖിതത്തിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹൃദയം കർത്താവായ ഈശോ മിശിഹാ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി അധ്വാനിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമില്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്, ചാലക്കുടി എന്നൊരു കുടുംബം. ആ കുടുംബത്തിൽ കുടുംബനാഥൻ 26 ധ്യാനം കൂടി, പക്ഷേ മാനസാന്തരം ഉണ്ടായില്ല. പക്ഷേ ആ ഭാര്യ, ആ ജീവിത പങ്കാളി മനസ്സിൽ തളരാതെ കണ്ടിന്യൂസ് ആയി ഈ ഭർത്താവിൻ്റെ നവീകരണത്തിന് വേണ്ടി എളിമപ്പെട്ട എല്ലാ വേദനയും സ്വീകരിക്കുക. എന്നിട്ട് ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ഭർത്താവിനോട് പറയും, നമുക്ക് ഒന്നും കൂടെ ധ്യാനം കൂടാൻ പോകാം. അങ്ങനെ നിരന്തരം ഈ ഭർത്താവിന് വേണ്ടി നിലകൊണ്ട ഭാര്യ. എൻ്റെ പേര് ഡേവിസ് എന്നാണ്. ചാലക്കുടിക്കടുത്ത് തൂമ്പാക്കോട് ഇടവയിൽ നിന്ന് ഞാൻ വരുന്നു. ഈ കഴിഞ്ഞ ജൂലൈ 19-ാം തീയതി ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ധ്യാനത്തിന് വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഒരു അടയാളം തമ്പുരാൻ കാണിച്ചു തന്നില്ലെങ്കിൽ ഇത് എൻ്റെ അവസാനത്തെ ധ്യാനമായിരിക്കുമെന്ന് പറഞ്ഞു. കാരണം 26 വർഷമായിട്ട് ഞാൻ ധ്യാനം കൂടുന്ന 26 വർഷമായിട്ട് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതെൻ്റെ അവസാനത്തെ ധ്യാനമായിരിക്കും, ഇനി മേലെ എന്നെ വിളിക്കാതിരിക്കുകയോ എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ കൂട്ടിയിട്ട് പോന്നു. എന്നിട്ടോ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ പ്രേക്ഷിത ബ്രദർ പറഞ്ഞു, അവിടെ ആ ചെയറിൽ ഇരിക്കുക, ലേഡീസിൻ്റെ അക്കോമഡേഷനിലേക്ക് ലേഡീസിനെ കൂട്ടിക്കൊണ്ട് പോയി. ഈ സമയത്ത് ഞാൻ ആ ബ്രദറോട് പറഞ്ഞു, എനിക്കൊന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ പുറത്ത് പോകാൻ പാടില്ല എന്ന്. ഞാൻ ഉടനെ തന്നെ ബ്രദർ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ബാഡ്ജ് ഊരി പോക്കറ്റിലിട്ടു. 26 വർഷം ധ്യാനം കൂടിയ ആളല്ലേ. ബാഡ്ജ് ഊരി പോക്കറ്റിലിട്ട് ഈ രജിസ്ട്രേഷൻ നടക്കുന്ന ആ ഓഫീസ് വരെ എത്തി. ഞാൻ പോകുന്നത് സിഗരറ്റ് വലിക്കാനാണ്. അതെനിക്കറിയാമായിരുന്നു. പക്ഷേ രജിസ്ട്രേഷൻ നടക്കുന്ന ഓഫീസിൻ്റെ അടുത്ത് നിന്ന് ഒരടി എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല. ഞാൻ തിരിച്ചു പോന്നു. വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും പോയി. അപ്പോഴും അത് തന്നെ സംഭവം. പിന്നെ ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനി ഇത് വേണ്ട എന്ന്. 42 വർഷമായിട്ട് 4 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ആളാണ് ഞാൻ. ഈ നിമിഷം വരെ അതിനുശേഷം ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. യേശുവേ, യേശുവേ നന്ദി. എത്ര വർഷം? 42 വർഷം. 42 വർഷം 4 പാക്കറ്റ് വീതം സിസർ വലിച്ചിരുന്ന ആളാണ്. ധ്യാനം കൂടാൻ ഇവിടെ വന്ന് പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യത്തെ ആഗ്രഹം
ഒരു 2-3 പാക്കറ്റ് വാങ്ങി സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നോക്കുക. ഇവിടം വരെ വരും, പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആരും അവിടെ പിടിച്ചു നിർത്തുക. വീണ്ടും പുറത്തേക്ക് പോയി, അല്ല സൈഡിലേക്ക് പോയി, വീണ്ടും തിരിച്ചു വന്ന് ശക്തി സംഭരിച്ചിട്ട് അപ്പോഴും അവിടെ പിടിച്ചു നിർത്തുക. അവിടെ വെച്ച് തീരുമാനിച്ചു ഇനി ഞാൻ പുകവലിക്കില്ല. അതോടുകൂടി 42 വർഷത്തെ പുകവലി മാറി. അതുകൂടാതെ ഒരു 1000 രൂപയെങ്കിലും വേണം ഒരു ദിവസം മദ്യപിക്കുക. അതിനുശേഷം ഇതുവരെ മദ്യപിച്ചിട്ടില്ല. പിതാവേ, പരിശുദ്ധാത്മാവേ, എന്താ ഈ കേട്ടത്? അവിടെ വെച്ച് പിടിച്ചു നിർത്തി. അതോടുകൂടെ പിന്നെ മദ്യപാനം നിന്നു. പിന്നെ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. കൂടാതെ കാലിന്മേൽ ആണിയുടെ രോഗമുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഇല്ല. യേശുവേ, ആണി രോഗമുണ്ടായിരുന്നു എൻ്റെ കാലിന്. എത്ര നാളായിട്ടുള്ള? ഒത്തിരി വർഷങ്ങളായിട്ടുള്ളതാണ്. വർഷങ്ങളായി കാലിൽ ആണി രോഗം. ഇന്നൊക്കെ ഈശോയുടെ ആ വേദനയുണ്ടല്ലോ, അത് ഹൃദയം കർത്താവ് കണ്ട്. അപ്പോൾ ഈശോ അങ്ങോട്ട് സ്നേഹിച്ച് അനുഗ്രഹിച്ച് അങ്ങോട്ട്, എൻ്റെ ദൈവമേ, പിതാവേ, പരിശുദ്ധാത്മാവേ, യേശുവേ, പിതാവേ, മാതാവേ. കൂടാതെ ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ദൈവം ചെയ്ത് പിടിച്ചവിടെ നിർത്തി. അതോടുകൂടി പുകവലിയും മദ്യപാനവും ഈശോ അവിടെ സുഖപ്പെടുത്തി, ആണി രോഗം സുഖപ്പെടുത്തി. എന്നിട്ട് കൂടാതെ ഭാര്യയ്ക്ക് യൂട്രസ് സംബന്ധമായ അസുഖമുണ്ടായിരുന്നു. ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ ഭയങ്കര ഭയമായിരുന്നു. ഇവിടെ വന്ന് ധ്യാന സമയത്ത് തലയിൽ എണ്ണ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയം, വെഞ്ചരിച്ച എണ്ണ തൊട്ട് ഒരു പ്രാർത്ഥനയുണ്ട് രോഗികൾക്ക് വേണ്ടി. ആ സമയത്ത് യൂട്രസ് സംബന്ധമായ രോഗം സുഖപ്പെടുത്തി ഈശോ, അല്ലേ? സിസ്റ്റർ പറഞ്ഞു, കർത്താവ് തൊടുന്നു, അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുക എന്ന്. വീട്ടിൽ സ്റ്റെയർ കേസ് കയറുവാനായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭാര്യയ്ക്ക് ആ സ്റ്റെയർ കേസ് ഓടിക്കയറാൻ സാധിക്കും. ദൈവം ഈശോ അങ്ങോട്ട് സ്നേഹിച്ച്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. 26 ധ്യാനങ്ങൾ കൂടി, പക്ഷേ മത്സരിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുക. വർഷം തോറും പുകവലിയും മദ്യപാനത്തിലും അർമാദിക്കുക. പക്ഷെ ആ ഭാര്യ മനസ്സ് മടുക്കാതെ എൻ്റെ ജീവിത പങ്കാളിയുടെ ആത്മാവിനെ ഞാൻ സ്വർഗത്തിലെത്തിക്കുമെന്ന് പറഞ്ഞു പ്രാർത്ഥന തുടർന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രേരണ തരുമ്പോഴെല്ലാം ഭർത്താവിനോട് പറയും, ചേട്ടാ നമുക്കൊരു ധ്യാനത്തിന് പോകണം. ഈ ധ്യാനത്തിന് പുറപ്പെട്ടത് തന്നെ എന്താ പറഞ്ഞത്? ഇനി എന്നെ വിളിക്കരുത്, ഇതെൻ്റെ അവസാനത്തെ ധ്യാനം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ജീവിത പങ്കാളിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് അത്ര പൂർണ്ണമായൊരു തുറവിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ആ ഭാര്യ ക്ഷമാപൂർവം എളിമയോടെ ഈ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ത്യാഗങ്ങൾ എടുക്കുക, നിന്ദനങ്ങൾ സഹിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ വാദിക്കുക, കർത്താവിന് മുമ്പിൽ പരിഹാരം എടുക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് റിസൾട്ട് ഉണ്ടായി. നീണ്ട 26 വർഷങ്ങളുടെ അധ്വാനം. ഒരു നാൾ ഈ അധ്വാനത്തിന് പ്രതിഫലം കൊടുത്ത് കർത്താവ് മാനസാന്തരം കൊടുക്കുക. ധ്യാനം വചനം പോലും കേൾക്കേണ്ടി വന്നില്ല. ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിൽ ആ രജിസ്ട്രേഷൻ നടക്കണ ആ രജിസ്ട്രേഷൻ ഓഫീസിന് മുമ്പിൽ വെച്ച് തന്നെ തുടക്ക ദിവസം തന്നെ കർത്താവ് അങ്ങോട്ട് സ്പർശിക്കുക. ഒരിക്കലും കുടിക്കാൻ തോന്നാത്ത വിധം മനസ്സങ്ങോട്ട് മാറി, ഒരിക്കലും പുകവലിക്കാൻ പറ്റാത്ത വിധം മനസ്സങ്ങോട്ട് മാറി. ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി അധ്വാനിച്ചാൽ ഫലം ഉണ്ടാവില്ലേ മക്കളെ? നമ്മൾ കണക്ക് ഏൽപ്പിക്കേണ്ടി വരുമ്പോൾ ഈ ജീവിത പങ്കാളി ഈ പാപത്തിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് ആ ഭാര്യ അതെന്തെങ്കിലും ആട്ടെ തോന്നിയാസി അങ്ങനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങോട്ട് തഴഞ്ഞു വിടുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? വിവാഹമോചനത്തിന് വേണ്ടി പറക്കം പായുകയായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഈ ആത്മാവ് സ്വർഗത്തിലെത്തുവോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറ്റം പറയാനോ ഒഴിവാക്കാനോ തള്ളിക്കളയാനോ കൂട്ടാക്കിയില്ല. ത്യാഗം എടുക്കുക, വേദന. ഈ ആത്മാവിൻ്റെ കണക്ക് ഞാൻ കൊടുക്കേണ്ടി വരും എന്നൊരു ആത്മീയ ജ്ഞാനത്തോടെ ആ ജീവിത പങ്കാളി ത്യാഗം എടുക്കുക. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മനസ്സ് ആ ഭാര്യയ്ക്ക് ലഭിച്ചു.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-14 ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാക്കളുടെ കണക്കേൽപ്പിക്കാൻ നാം എല്ലാവരും നിർത്തപ്പെടും. എസെക്കിയേൽ പ്രവചനത്തിലെ 3-ാം അധ്യായത്തിലെ 16 മുതൽ 18 വരെ വാക്യങ്ങൾ വായിച്ചപ്പോൾ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു എന്ന ഭാഗം വായിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. ദൈവം കാവൽക്കാരനായി നിയമിച്ചവര് മാത്രമല്ലേ കണക്ക് കൊടുക്കേണ്ടി വരികയുള്ളൂ. എന്നാൽ സുവിശേഷ വചനങ്ങളും ലേഖന ഭാഗങ്ങളിലെ പ്രബോധനങ്ങളും എല്ലാം അടിസ്ഥാനപ്പെടുത്തി തിരുസഭ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിനെ അറിഞ്ഞ സകല മക്കളും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ കടപ്പെട്ടവരാണ്. മക്കൾ മാതാപിതാക്കളോട് സുവിശേഷം അറിയിക്കാൻ നിയുക്തരാണ്. മാതാപിതാക്കൾ മക്കളുടെ ആത്മാവുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിയുക്തരാണ്. വികാരിയച്ഛൻ ഇടവക ജനങ്ങളുടെ കണക്കേൽപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. ഇടവക ജനങ്ങൾ വികാരിയച്ഛൻ്റെ ആത്മാവിൻ്റെ കണക്കിനെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. തമ്മിൽ പ്രാർത്ഥിക്കണം, പരിഹാരം എടുക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന തോന്നിപ്പുകൾ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പങ്കുവെക്കണം. അങ്ങനെ ആത്മാക്കളുടെ രക്ഷയിലുള്ള ഉത്സാഹത്തോടെ അന്യോന്യം നാം വർത്തിക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 904-ാം ഖണ്ഡികയിൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ധർമ്മമാണ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. ഓരോ വിശ്വാസിയുടെയും ഡ്യൂട്ടിയാണത്. ഓരോ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും നമ്മുടെ ഡ്യൂട്ടിയാണ് ആത്മനാശത്തിൽ ഇരിക്കുന്നവരോട് വിശ്വാസത്തെക്കുറിച്ച് പറയുക, ആത്മനാശത്തിൽ ഇരിക്കുന്നവരുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുക. നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുഭൂതന്മാരുടെ ആത്മാവ് നിത്യനാശത്തിലാണ് ഇരിക്കുന്നത് കണ്ടാൽ ആ വിദ്യാർത്ഥികളുടെ ഡ്യൂട്ടിയാണ് ഗുരുഭൂതന്റെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത്. മാതാപിതാക്കളുടെ ആത്മാവ് നിത്യനാശത്തിലാണ് ഇരിക്കുന്നത് കണ്ടാൽ മക്കളുടെ ഡ്യൂട്ടിയാണ് ആ മാതാപിതാക്കളുടെ ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇടവക ജനങ്ങളോ ആരും ആകട്ടെ, തമ്മിൽ ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കടമയുണ്ട്. 905-ാം ഖണ്ഡികയിൽ വീണ്ടും പഠിപ്പിക്കുകയാണ്: എന്നിരുന്നാലും ഈ ജീവിത സാക്ഷ്യം പ്രേക്ഷിത ധർമ്മത്തിൻ്റെ ഏക ഘടകമല്ല. യഥാർത്ഥ പ്രേക്ഷിതൻ അവിശ്വാസികളോടോ വിശ്വാസികളോടോ വചനം വഴി ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള സന്ദർഭങ്ങൾ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കും. രാത്രിയോ പകലോ, യാത്രയിലോ വിശ്രമത്തിലോ, കളിസ്ഥലത്തോ സ്കൂളിലോ എവിടെയുമാകട്ടെ, ഒരു യഥാർത്ഥ വിശ്വാസി തൻ്റെ ചുറ്റിലുമുള്ള ആത്മനാശത്തിലിരിക്കുന്ന മക്കളെ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും നിത്യരക്ഷയിലേക്കും കൊണ്ടുവരാൻ എപ്പോഴും വചനം പറയാൻ, വചനം വ്യാപരിക്കാൻ, വിശുദ്ധി വളരാൻ അധ്വാനിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ മുട്ടുകുത്തിയെന്ന് 2 കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി, പിതാവേ, യേശുവേ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടെ ഉത്സാഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, കൃപ